നോക്കി. അങ്ങനെ ഒടുവിൽ നമ്മുടെ രേണു ചേച്ചിയുടെ കമ്പിച്ചാറ്റും പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാം. പക്ഷേ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? അപ്പൊ അന്നേരം രേണുസുദിന്റെ മറുപടി എന്താണ്? യാ ആക്കാം, ഒരു തരം ഞരമ്പ് രോഗം. ഐ മീൻ UK now, ഹൗ മച്ച് യു വിൽ സജസ്റ്റ്? എന്നിട്ട് കണ്ടോളൂ രേണു ചേച്ചി തൊട കാണിച്ചിരിക്കുന്ന സ്റ്റോറി കണ്ടിട്ട് മൂപ്പര് അതിന് ഉമ്മ വെക്കുന്ന സ്മൈലീസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറീസ് ഒക്കെ സബ്സ്ക്രിപ്ഷനിലുള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. രേണു ചേച്ചി ഇതിന് ഹാർട്ടും കൊടുത്തിട്ടുണ്ട്. തോന്നിയ കാണിച്ചിട്ട് അപ്പൊ അതിന് മൂപ്പര് കൊടുത്ത മറുപടി എന്താണ്? എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകുമെന്ന് പറഞ്ഞില്ല. ഉഫ്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ എന്ന്. അപ്പൊ അതിന് രേണു ചേച്ചിന്റെ മറുപടി ഒക്കെ നിങ്ങള് പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ എന്നൊക്കെ. ഓ, ആള് കൊള്ളാമെങ്കിൽ നമ്മൾ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ കാശ് കൊടുത്തു വിടും. പിന്നെ ഇതാ അടുത്ത തൊട കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയിൽ മൂപ്പര് എന്തോ ഇമേജ് കൊടുക്കുന്നത്. എന്തായാലും രേണു ചേച്ചി സബ്സ്ക്രിപ്ഷനിലുള്ള ആളുകൾക്ക് ഫുൾ തൊട കാണിച്ചിട്ടുള്ള സാധനങ്ങളാണ് മക്കളെ കാണിച്ചു കൊടുക്കുന്നത്. അത് ഈ ചാറ്റിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ എവിടെ വരെ എത്തി കാര്യങ്ങളൊന്ന് നോക്കി നിങ്ങൾ. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഏതൊരു ഞെരുമ്പര് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് രേണു സുധിയോട് ചോദിക്കുന്നു. റേറ്റ് എത്രയാണെന്ന് ഇത് ചോദിക്കുന്നു. അപ്പൊ രേണു പറയുന്നു മാനേജറെ കോൺടാക്ട് ചെയ്തോളാൻ, ഡയറക്റ്റ് ഡീലില്ല, മാനേജർ വഴിയാണ് കച്ചവടം ഉറപ്പിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. അതെ, കല്യാണം നടക്കില്ല, എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം പറ, എന്തു വേണം? അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ, അത് കുറഞ്ഞ് നടക്കില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഈ ചാറ്റിലൊന്നും ഉള്ളതല്ല മക്കളെ, ഇതിനും വലുത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഷെഫീന ബീവി പറയുന്നത്. എല്ലാം കൂടി പുറത്തു വിട്ട പിന്നെ രേണു ചേച്ചിനെ എടുക്കാനുണ്ടാവില്ല മക്കളെ, അങ്ങനെയാണ് ഷെഫീന ബീവി പറയുന്നത്. ഒരു കയ്യബദ്ധം കേട്ടല്ലോ, ഇപ്പൊ പുറത്തു വിട്ട ചാറ്റൊക്കെ ചെറുത്, ഇതിനും വീര്യം കൂടിയ സാധനം കയ്യിലുണ്ട്. അതായത് നൂഡിറ്റി വരെ തന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഷെഫീന ബീവി പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാറ്റിൽ തന്നെ നിങ്ങൾ കണ്ടില്ല, സ്വന്തം കാറിന്റെ ഫോട്ടോയൊക്കെയാണ് ചേച്ചി എടുത്ത് സ്റ്റോറി ഇടുന്നത്. എല്ലാവർക്കും വേണ്ടിയല്ല കേട്ടോ, സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടി മാത്രം. മാർക്കറ്റിൽ രേണുസുദിന്റെ കാലിന് നല്ല ഡിമാൻഡാണ് പോലും. അടിമൂത്ത കുറെ കഴപ്പന്മാര്, അവർക്കാണ് നിങ്ങളുടെ കാല് കാണാൻ ഇത്രയും ആഗ്രഹം. എന്നാലും അവന്റെ ഒക്കെ ഒരു നിലവാരമാണ് ഞാൻ ആലോചിക്കുന്നത്. രേണുവിന്റെ കാല് കണ്ടാൽ അവനൊക്കെ സമാധാനം പൊന്തത്തുള്ളൂ പോലും. ഇപ്പൊ അതാ ഓൺലൈൻ വഴി ശരീര വിൽപ്പനവും തുടങ്ങി. കാലും വയറും തുടയും മുലയും ഒക്കെ യഥേഷ്ടം കാണിച്ചു കൊടുക്കപ്പെടും. വെറും 159 രൂപ കൊടുത്താൽ മാത്രം മതി. ഇനി അതും പോരാ, നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മാനേജർ കോൺടാക്ട് ചെയ്തോളി, എല്ലാം സെറ്റാക്കി തരും. നീ നേരാവാൻ പോണില്ല, വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം. അയച്ചു കൊടുക്കുന്നു. ഓൺലൈൻ വഴി ശരീര വിൽപ്പനയാണ് നടക്കുന്നത്, മാംസ കച്ചവടമാണ്. അല്ലാതെ ഈ പരിപാടിയൊക്കെ വേറെ എന്ത് പേരിട്ടാണ് വിളിക്കുക? ദാരിദ്ര്യം പിടിച്ച കുറെ ഞെരമ്പന്മാരും അവരെ മുതലാക്കാൻ രേണു സുധിയെ പോലുള്ള കുറെ തള്ളകളും. എന്തൊരു അവസ്ഥയാണല്ലേ. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ചു കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. നമുക്ക് ഇനിയും കാണാട്ടാ, എനിക്ക് ആവശ്യമുണ്ട്. അനിയാ പോട്ടെ, അമ്പി പോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, അവനോടൊന്നും തോന്നല്ലേ.